കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള ഒരു അറിവുണ്ട് എനിക്ക്. അതായത് നമ്മൾ വലുത് എന്താഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴേ ചെറുതെങ്കിലും കിട്ടുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതും ഇതും കൂടി എന്താണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് നമ്മൾ പുറത്തു പോയി പഠിക്കണം, എന്തിനാണ് പുറത്തു പോയി പഠിക്കുക എന്ന് പല ആളുകളും പറഞ്ഞത്. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് CUT എന്നുള്ളതും എന്തിനാണ് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ എക്സാം എഴുതി പോകണം എന്നുള്ളതും കൃത്യമായി കിട്ടും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇപ്പൊ തന്നെ നിങ്ങൾ കുന്നോളം ആഗ്രഹിച്ചോളൂ. എന്താണ് ഈ കുന്നോളം എന്ന് പറഞ്ഞത്? ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ നമ്പർ 1 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. എന്താണ് സാർ ആ ലാഭം? അതായത് ഞങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നല്ലേ കിട്ടുന്നത്, അതിപ്പോ ഞങ്ങളുടെ നാട്ടിൽ ബസ് കയറിയാലോ അല്ലെങ്കിൽ നടന്നു പോയാലോ അല്ലെങ്കിൽ ട്രെയിൻ കയറി പോയി കഴിഞ്ഞാലോ കിട്ടാവുന്ന സംഭവം തന്നെയല്ലേ അത്. പിന്നെ എന്തിനാണ് കേരളത്തിന്റെ പുറത്തൊക്കെ പോയി പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അവിടെ ഞങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെ ആകെ പെട്ടുപോകും. പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പല വിധത്തിലും പ്രയാസമാണ്, പല റോബറി, അതായത് നമ്മൾ പറയുന്ന ഈ കവർച്ചകൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ കൾച്ചർ വളരെ മോശമാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മക്കൾ കൃത്യമായി കേട്ടോളൂ. അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയുന്ന ഈ ടൈപ്പിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരാണ്. ആരെടുത്ത് നോക്കി കഴിഞ്ഞാലും, മൻമോഹൻ സിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാലും, അതായത് ടോപ്പ് ലെവലുള്ള എക്കണോമിസ്റ്റ് ആണല്ലോ, ഇവരൊക്കെ എന്താണ് വലിയ വലിയ ക്യാമ്പസിൽ പഠിച്ചതാണ്. അപ്പൊ വലിയ വലിയ ക്യാമ്പസുകൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ മാറ്റം, ഒന്ന്, നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്ത് മാത്രം പഠിക്കുമ്പോൾ സഹദേ എന്ന് വിളിക്കുന്ന ഈ ചുറ്റുഭാഗമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ പരിചയമുള്ളൂ. അതായത് അവരുടെ കൾച്ചറും എൻ്റെ കൾച്ചറൊക്കെ ഏകദേശം സെയിം ആയിരിക്കും, അവരുടെ ലൈഫ് സ്റ്റൈലും എൻ്റെ ലൈഫ് സ്റ്റൈലും ഏകദേശം സെയിം ആയിരിക്കും. അതിലപ്പുറം നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും വളരെ ചെറുതായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടല്ലോ, നമ്മളെ സവാരി ഈ പറയുന്ന യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ മൂപ്പര് പറയുന്ന ഒരു കാര്യമുണ്ട്, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി കാണുന്നതും എൻ്റെ നാടായിട്ടുള്ള ഏതോ നാട് പറയുന്നുണ്ട്, ആ നാട്ടിലിരുന്ന് കാണുന്ന സ്വപ്നങ്ങളും രണ്ടായിരിക്കും. മക്കളെ, ഞാൻ എൻ്റെ നാട്ടിലിരുന്ന് കാണുന്ന സ്വപ്നത്തിന് വലിപ്പം വളരെ കുറവായിരിക്കും. എന്നാൽ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് ചുറ്റുഭാഗവും വലിയ വലിയ ആഗ്രഹങ്ങളാൽ കഴിയുന്നവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ആഗ്രഹങ്ങൾ കാണുമ്പോൾ, സ്വപ്നങ്ങൾ നെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കും. മാത്രമല്ല ആ സ്വപ്നങ്ങൾ ഇങ്ങനെ സ്വപ്നമായി തന്നെ ഇരിക്കലല്ല, അത് നിറവേറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുഭാഗം, നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന ആൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ ലാംഗ്വേജ് സ്കില്ല് വ്യത്യസ്തമായിരിക്കും. ഹിന്ദി അറിയുന്നവരുണ്ടാവും, ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാവും, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ ആകെ പഠിക്കുന്ന ലാംഗ്വേജ് മലയാളം മാത്രമായിരിക്കും. മക്കളെ, ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, കേരളം വിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതും വലിയ വലിയ ക്യാമ്പസുകളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾ വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അത് വലിയൊരു ബെനിഫിറ്റാണ്. എവിടെയും നിങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പലരും തലതാത്തി പോകുന്ന ഒരു കാര്യം ലാംഗ്വേജ് ഇല്ലാത്ത പ്രശ്നമാണ്. ഇംഗ്ലീഷ് വളരെ ബാക്കൗട്ടായ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് മിക്കവാറും കരകയറും. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാമറും കാര്യമൊക്കെ ചിലപ്പോൾ അറിയില്ല, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. രണ്ടാമത്തത്, ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാളോട് എങ്ങനെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, ഇതും നമ്മൾ പഠിക്കും. പിന്നെ മോസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വപ്നം കാണുന്നത് വലിയ വലിയ സിവിൽ സർവീസുകളായിരിക്കും. സിവിൽ സർവീസ് പോലെയുള്ള എക്സാമുകൾ മാത്രമായിരിക്കും നിങ്ങൾ സ്വപ്നം കാണുന്നത്. അതായത് ദ മദർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നതാണ് ഈ IAS IPS ഒക്കെ അടങ്ങുന്ന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഇട്ടാവട്ടത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നം സിവിൽ സർവീസ് ആണെങ്കിൽ പോലും അതിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം വളരെ കൂടുതലായിരിക്കും. എന്നാൽ നിങ്ങൾ പുറത്തത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചുറ്റുഭാഗമുള്ളവർ, അവരുടെ പാരൻസ് ഓൾറെഡി ഇതായി കഴിഞ്ഞവരാകും, ഇത് അച്ചീവ് ചെയ്തവരായിരിക്കും. അവരുടെ മക്കളുടെ കൂടെയാണ് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ബെഞ്ചിന്റെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നതും ബെഞ്ചിന്റെ ഇപ്പുറത്ത് നിന്ന് കേൾക്കുന്നതൊക്കെ ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. വലിയ വലിയ എക്സാമിനേഷൻ എങ്ങനെ, കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ ഇന്ന ജോലിയിലേക്ക് എത്തിപ്പെടാം, ഈ ജോലിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാവും നമ്മൾ കാണുന്നത്. പിന്നെ വ്യത്യസ്തമാർന്നിട്ടുള്ള ലൈബ്രറികൾ,
ആ ലൈബ്രറികൾ തന്നെ നമ്മൾ ഭയങ്കര സംഭവമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇനി പൊളിറ്റിക്സ്, രാഷ്ട്രീയം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ അതും ഈ ക്യാമ്പസിലൊക്കെ വലിയ വലിയ സമരങ്ങളും വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ വരുന്നത് വലിയ വലിയ ക്യാമ്പസുകളിൽ നിന്നാണ്. അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. CUT എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ സെലിബ്രിറ്റികൾ പഠിച്ചിട്ടുള്ള, വലിയ വലിയ സെലിബ്രിറ്റികൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വമ്പൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിലെ തന്നെ മികച്ച നമ്പർ 1 യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് മക്കളെ ഇപ്പോൾ തന്നെ നിങ്ങൾ CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിലേക്ക് എത്തിച്ചിരിക്കും.